ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും സ്കിൽ റൈനോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഗോൾഡൻ ടോപ്പിക്സിൻ്റെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഗോൾഡൻ ടോപ്പിക്സ് PSCയിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ അധികമൊന്നും പറയാതെ നമുക്ക് ആദ്യത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ, നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇന്ത്യയുടെ അതിർത്തി രേഖകളാണ്. ഇന്ത്യ എത്ര രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ട്, അതിൽ എത്ര രാജ്യങ്ങളുമായി കര അതിർത്തി പങ്കിടുന്നുണ്ട്, എത്ര രാജ്യങ്ങളുമായിട്ടാണ് സമുദ്ര അതിർത്തി പങ്കിടുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട്. അപ്പോൾ അധികമൊന്നും പറയാതെ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. എത്ര രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ അതിർത്തി പങ്കിടുന്നത്? ഇന്ത്യ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അത് എത്രയാണ്? 9 ഇന്ത്യ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം 9 രാജ്യങ്ങളാണ്. ഓക്കെ, 9 രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ അതിർത്തി പങ്കിടുന്നത്. എത്രയാണ്? 9 രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ അതിർത്തി പങ്കിടുന്നത്. ഇനി അതിൽ സമുദ്ര അതിർത്തിയാണ് ചോദിക്കുന്നതെങ്കിൽ അത് 2 2 രാജ്യങ്ങളുമായിട്ടാണ് സമുദ്ര അതിർത്തി പങ്കിടുന്നത്. അതുപോലെ തന്നെ 7 രാജ്യങ്ങളുമായിട്ടാണ് കര അതിർത്തി പങ്കിടുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? അപ്പോൾ ഇന്ത്യ എത്ര രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നത് എന്ന് ചോദിച്ചാൽ 9 രാജ്യങ്ങളുമായിട്ടാണ്. അതുപോലെ തന്നെ ഇന്ത്യ കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണമാണ് 7. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യ സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണമാണ് 2. സമുദ്ര അതിർത്തി 2 രാജ്യങ്ങളുമായിട്ടാണ്. അതിലൊരു രാജ്യം നമുക്ക് നല്ല പരിചയമുണ്ട്. ഏതാണ്? ശ്രീലങ്കയാണ്. ഒരു രാജ്യം ശ്രീലങ്കയാണ്. മറ്റൊന്ന് ഏതാണ്? മാലിദ്വീപാണ്. ശ്രീലങ്ക, മാലിദ്വീപ് എന്നീ 2 രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ സമുദ്ര അതിർത്തി പങ്കിടുന്നത്. കര അതിർത്തി 7 രാജ്യങ്ങളുമായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ 9 രാജ്യങ്ങളുമായി ഇന്ത്യ അതിർത്തി പങ്കിടുന്നു. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുടെ എണ്ണം എത്രയാണെന്നൊക്കെ ചോദ്യം വന്നാൽ അത് 9 രാജ്യങ്ങളാണ്. പിന്നെ അതിൽ വലുതേത്, ചെറുതേത്, അതുപോലെ തന്നെ ഏത് രാജ്യവുമായിട്ടാണ് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാണ്ട് ആദ്യം ഈ കാര്യം ക്ലിയർ ആക്കിയിട്ട് പോകണം. ഒന്ന് പറയോ, ഇന്ത്യ എത്ര രാജ്യങ്ങളുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്? ഇന്ത്യ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അത് 9. ഇനി ചോദ്യം ശ്രദ്ധിക്കണം, അഥവാ കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണമാണ് ചോദ്യം വരുന്നതെങ്കിൽ ഇന്ത്യ എത്ര രാജ്യങ്ങളുമായിട്ടാണ് കര അതിർത്തി പങ്കിടുന്നത് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അത് എത്രയാണ്? കര അതിർത്തി പങ്കിടുന്നത് 7 രാജ്യങ്ങളുമായിട്ടാണ്. ഈ 9 രാജ്യങ്ങളിൽ എത്ര രാജ്യങ്ങളാണ്? 7 രാജ്യങ്ങളാണ് കര അതിർത്തി, അല്ലേ? കര അതിർത്തി പങ്കിടുന്നത് 7 രാജ്യങ്ങളാണ്. 2 രാജ്യങ്ങൾ എങ്ങനെയാണ്? സമുദ്രം വഴിയാണ് അതിർത്തി പങ്കിടുന്നത്. അതായത് സമുദ്ര അതിർത്തിയാണ് പങ്കിടുന്നത്. ഈ 2 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മാലിദ്വീപ്, ശ്രീലങ്ക, അല്ലെ? ശ്രീലങ്ക, മാലിദ്വീപ് എന്നീ രാജ്യങ്ങളുമായിട്ടാണ് സമുദ്ര അതിർത്തി പങ്കിടുന്നത്. എങ്ങനെ ചോദ്യം വരും? താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ പെടാത്തത് ഏതെന്ന് ചോദിക്കും. അവിടെ ഈ 2 ഏതെങ്കിലും ഒന്ന് കിടക്കുന്നുണ്ടാവും. ഒന്നുകിൽ ശ്രീലങ്ക ഉണ്ടാവും, അല്ലെങ്കിൽ മാലിദ്വീപ് ഉണ്ടാവും. ഏറ്റവും ചെറിയ അയൽ രാജ്യമാണ് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? മാലിദ്വീപാണ്. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യമാണ് മാലിദ്വീപ്. ഏറ്റവും വലിയ അയൽ രാജ്യം ഏതാണ്? ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം നമുക്കൊക്കെ അറിയാം, അത് ചൈനയാണ്, അല്ലേ? ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യമാണ് ഏത്? ചൈന. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചൈനയാണ്. ഇത്ര കാര്യങ്ങൾ ക്ലിയർ ആയോ? അപ്പോൾ ഒരു വട്ടം കൂടെ നോക്കാം. ഇന്ത്യ എത്ര രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ടെന്ന് ചോദിച്ചാൽ അത് 9. ഇന്ത്യ എത്ര രാജ്യങ്ങളുമായി കര അതിർത്തി പങ്കിടുന്നുണ്ടെന്ന് ചോദിച്ചാൽ അത് 7. പിന്നെ 2 രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ സമുദ്ര അതിർത്തി പങ്കിടുന്നത്. ഈ 2 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ശ്രീലങ്ക, ഒന്ന് മാലിദ്വീപാണ്. ശ്രീലങ്കയും മാലിദ്വീപുമാണ് സമുദ്ര അതിർത്തി പങ്കിടുന്ന 2 രാജ്യങ്ങൾ. ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന 2 രാജ്യങ്ങളാണ് ശ്രീലങ്ക, മാലിദ്വീപ്. ഓക്കെ, അതുവരെ ക്ലിയർ അല്ലേ? ഇനി ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചോദിച്ചാൽ അത് ചൈനയാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യമാണ് ചൈന. ഏറ്റവും ചെറിയ അയൽ രാജ്യം ചോദിച്ചാൽ അത് ഏതാണ്? ഏറ്റവും ചെറിയ അയൽ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് മാലിദ്വീപാണ്. ഓക്കെ, ഏറ്റവും ചെറിയ അയൽ രാജ്യമാണ് മാലിദ്വീപ്. ഓക്കെ, ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം അത് മാലിദ്വീപാണ്. അഥവാ ചോദ്യം വരിക അതാണ്, അതായത് കര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം എന്ന് ചോദിച്ചാൽ ഈ മാലിദ്വീപ് വരില്ലല്ലോ. കാരണം എന്താ? മാലിദ്വീപ് എന്താണ്? മാലിദ്വീപ് സമുദ്ര അതിർത്തിയാണ് പങ്കിടുന്നത്. ഇനി കര അതിർത്തി പങ്കിടുന്നതാണ് ചോദിക്കുന്നതെങ്കിൽ ഏതാണ് നമ്മുടെ ഉത്തരം? നമ്മുടെ ഉത്തരം ഭൂട്ടാനാണ്. ഏതാണ്? ഭൂട്ടാനാണ് കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം. അതായത് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? ഭൂട്ടാനാണ്. അഥവാ അതിർത്തി പങ്കിടുന്ന രാജ്യം എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിലാണ് ശ്രദ്ധിച്ച് പഠിക്കണം. അതിർത്തി പങ്കിടുന്നത് നമ്മളുമായിട്ട് അതിർത്തി ഉണ്ട്, പക്ഷെ എന്താണ്? അത് സമുദ്ര അതിർത്തിയാണ്. അതേതാണ്? മാലിദ്വീപാണ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം അതാണ് മാലിദ്വീപ്. ഏറ്റവും വലിയ അയൽ രാജ്യം ചൈന. ഇനി കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം, ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ അയൽ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് ഭൂട്ടാനാണ്. ഏതാണ്? ഭൂട്ടാനാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇനി നമുക്ക് ഇതുപോലെ തന്നെ പഠിക്കാനുള്ള മറ്റൊരു കാര്യമാണ്
ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം, ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന രാജ്യം. ഓക്കെ, അപ്പൊ അത് നമുക്ക് നോക്കാം. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. ഓക്കെ, ബംഗ്ലാദേശാണ് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത്. ഓക്കെ, അത് ബംഗ്ലാദേശിന്റെ അതിർത്തി രേഖ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. എന്താണ് അതിന്റെ പേര്? തീൻ ബേഗ കോറിഡോർ എന്നാണ്. എന്താണ്? തീൻ ബേഗ കോറിഡോർ എന്നാണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രേഖ അറിയപ്പെടുന്നത്. അത്രയും വലിയൊരു പേരല്ലേ, തീൻ ബേഗ കോറിഡോർ എന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിന് തന്നെ അത്ര ഒരു വലുപ്പമുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ആലോചിക്കുക, ഏറ്റവും വലിയ രേഖ, അതായത് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? തീൻ ബേഗ കോറിഡോർ അഥവാ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയാണ്. അഥവാ ബംഗ്ലാദേശാണ് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത്. ഇനി ഇന്ത്യയുമായി ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് പറയണം? അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാനാണ് ഇന്ത്യയുമായി ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത്. ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനാണ്. നല്ല രീതിയിൽ കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗമല്ലേ. അതായത് ഏറ്റവും വലിയ അയൽ രാജ്യം പഠിക്കണം, ഏറ്റവും ചെറിയ അയൽ രാജ്യം പഠിക്കണം, ഏറ്റവും ചെറിയ അതായത് കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ അയൽ രാജ്യം പഠിക്കണം, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതെന്ന് പഠിക്കണം, അതുപോലെ തന്നെ ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതെന്ന് പഠിക്കണം, അതുപോലെ തന്നെ എത്ര രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ടെന്ന് പഠിക്കണം, അതിൽ തന്നെ കരാതിർത്തി എത്ര രാജ്യങ്ങളുമായിട്ടാണ് ഉള്ളതെന്നും പഠിക്കണം, സമുദ്രാതിർത്തി എത്ര രാജ്യങ്ങളുമായിട്ടാണുള്ളതെന്നും പഠിക്കണം. ഇതിനൊക്കെ പുറമെ നമ്മൾ പ്രധാനമായിട്ടും എന്ത് പഠിക്കണം? ഈ അതിർത്തി രേഖകൾക്കൊക്കെ ഒരു പേരുണ്ട്. അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ അതിൽ ബേസിക് ആയിട്ട് ഇതെങ്കിലും അറിയാതെ നിങ്ങളത് പഠിച്ചിട്ട് കാര്യമില്ല. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, അത്രയും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതും പഠിച്ചിട്ട് പോവുക. ആദ്യം പഠിച്ച കാര്യങ്ങൾ ഒരു വട്ടം കൂടെ ഞാൻ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് തരട്ടെ, അതായത് കൺഫ്യൂഷൻ വരാതെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ തീർത്ത് പഠിച്ചിട്ട് പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എന്താണ് പഠിച്ചത്? ഇനി നിങ്ങൾ പറയണേ, എത്ര രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ അതിർത്തി പങ്കിടുന്നത് എന്നൊരു ചോദ്യം വന്നാൽ, എത്ര രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ അതിർത്തി പങ്കിടുന്നത് ഇങ്ങനെ ചോദ്യം വരികയാണ്. താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യ എത്ര രാജ്യങ്ങളുമായിട്ടാണ് കര അതിർത്തി പങ്കിടുന്നത്? 7, 9, 10, 11, 2 അങ്ങനെ പല ഓപ്ഷൻസും വരും. അതിലേതാണ്? ഇന്ത്യ എത്ര രാജ്യങ്ങളുമായിട്ടാണ് കര അതിർത്തി പങ്കിടുന്നത്? കര അതിർത്തി എത്ര രാജ്യങ്ങളുമായിട്ടാണെന്ന് ചോദിച്ചാൽ അത് 7 ആണ്. ഓക്കെ, ഇപ്പോൾ പലരുടെയും മൈൻഡിൽ 9 ഒക്കെ പോയിട്ടുണ്ടാവും. 9 എന്താണ്? മനസ്സിലാക്കി പഠിക്കുക. ഇന്ത്യ എത്ര രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ട് എന്ന് ചോദിച്ചാൽ അത് 9 ആണ്. ഇന്ത്യ എത്ര രാജ്യങ്ങളുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്? 9 രാജ്യങ്ങളുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. പിന്നെ എന്തുകൊണ്ട് ഇത് 7 ആയി? ഞാൻ പറഞ്ഞു, 2 രാജ്യങ്ങളുമായിട്ട് എന്താണ്? 2 രാജ്യങ്ങളുമായിട്ട് സമുദ്ര അതിർത്തിയാണ് പങ്കിടുന്നത്. ഓക്കെ, 2 രാജ്യങ്ങളുമായി സമുദ്ര അതിർത്തിയാണ് പങ്കിടുന്നത്. ഓക്കെ, 2 രാജ്യങ്ങളുമായിട്ട് സമുദ്ര അതിർത്തിയാണ്. അത് ഏതൊക്കെയാണ് 2 രാജ്യങ്ങളിലും? എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം. ഏതൊക്കെയാണ് 2 രാജ്യങ്ങൾ? ശ്രീലങ്ക, മാലിദ്വീപാണ് അല്ലേ. ശ്രീലങ്ക, മാലിദ്വീപ് എന്നിവയാണ് 2 രാജ്യങ്ങൾ. ഓക്കെ, പിന്നെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ഏത് രാജ്യവുമായിട്ടാണ് നമ്മൾ പഠിച്ചു. ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശാണ്. ഓക്കെ, നിങ്ങൾ ആൻസർ ചെയ്ത് പോണേ. ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ഏത് രാജ്യവുമായിട്ടാണ്? ബംഗ്ലാദേശാണ്. അപ്പൊ ഇന്ത്യ ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത് ഏത് രാജ്യവുമായിട്ടാണ്? അഫ്ഗാനിസ്ഥാനുമായിട്ടാണ്. അഫ്ഗാനിസ്ഥാനുമായിട്ടാണ് ഇന്ത്യ ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത്. അത് രണ്ടും ക്ലിയർ അല്ലേ? ഇതെന്താണ്? അതിർത്തി പങ്കിടുന്നതാണ്, അതായത് കൂടുതൽ അതിർത്തി. ഇപ്പൊ നമ്മൾ പറയാണ് ഇത് ഇന്ത്യ. ഓക്കെ, ഇത് റൗണ്ട് ഇന്ത്യ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത്രയും അതിർത്തി എന്ത് ചെയ്യാണ്? ഈ ബംഗ്ലാദേശ് ഇവിടെ പങ്കിടാണ്, ബംഗ്ലാദേശ്. ഓക്കെ, പക്ഷേ വലിയ രാജ്യം ഏതാണ്? ഇത് ചൈനയാണ്. വലിയ രാജ്യമാണ്. പക്ഷേ ഇതാ ഇത്ര ഭാഗം മാത്രമേ ചൈന അതിർത്തി പങ്കിടുന്നുള്ളൂ. ഓക്കെ, ചൈന അത്ര കുറവാന്നല്ല, അങ്ങനെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ രാജ്യം വലുത്, അതായത് ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ ഏതാണ് പറയേണ്ടത്? അത് ചൈനയാണ്. അതായത് ഈ ചൈനയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം. ഓക്കെ, ഇനി നമ്മളോട് ചോദ്യം വരികയാണ്, ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത്. ഇത് കണ്ടോ, ഇത്രയും വലിയൊരു അതിർത്തി ഉണ്ട്. ഇത്രയും വലിയ അതിർത്തി നമുക്ക് പഠിക്കേണ്ട അത് ഏതാണ്? ബംഗ്ലാദേശാണ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശാണ്. അത് കൺഫ്യൂഷൻ വരാതിരിക്കാനാണ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ഏതാണ്? ചൈനയാണ്. ചൈനയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം. ഓക്കെ, ഇനി ഇന്ത്യയുമായി ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ഏത്? അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുമായി ഏറ്റവും കുറവ് അതിർത്തി. അഫ്ഗാനിസ്ഥാൻ അത്ര ചെറിയ രാജ്യമൊന്നുമല്ല, പക്ഷെ എന്താണ്? അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുമായി കുറവ് അതിർത്തിയാണ് പങ്കിടുന്നത്. ഓക്കെ, അപ്പൊ അത് ഡൗട്ട് ഇല്ലല്ലോ. അപ്പൊ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാന്ന് ചോദിച്ചാൽ ബംഗ്ലാദേശാണ് ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത്. ചോദ്യം ശ്രദ്ധിക്കണം, അതിർത്തി പങ്കിടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിർത്തിയാണ്. ആ അതിർത്തി, അതായത് ആ അതിർവരമ്പ് ഏറ്റവും വലുത് ആരുമായിട്ടാണ് ഉള്ളതെന്നാണ് ചോദിക്കുന്നത്. ഏറ്റവും കൂടുതൽ അതിർത്തി ആരുമായിട്ടാണ്? ഏറ്റവും കൂടുതൽ അത് ബംഗ്ലാദേശാണ്, ഏറ്റവും കുറവ് അഫ്ഗാനിസ്ഥാനാണ്. ഓക്കെ, ഇനി ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചോദിച്ചാൽ ഏറ്റവും വലിയ രാജ്യം
നമ്മുടെ ഇന്ത്യൻ അയൽ സംസ്ഥാന മീൻസ് സംസ്ഥാനമല്ല, അയൽ രാജ്യങ്ങൾ, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഏറ്റവും വലിയ രാജ്യം ഏതാ? നമുക്കൊക്കെ അറിയാം, അത് ചൈനയാണല്ലേ. ചൈന അത്ര വലിയ രാജ്യമാണ്. അപ്പോൾ ഈ ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചോദിച്ചാൽ ഏതാണ്? അത് ചൈനയാണ്. ഓക്കെ, ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യമാണ് ചൈന. ഇനി ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം എന്ന് ചോദിക്കുകയാണ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം, അതിർത്തി പങ്കിടുന്നതാണ് മാത്രം, അതായത് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം. അതിർത്തി പങ്കിടുന്നത് കൊണ്ടാണ് അത് അയൽ രാജ്യമായത്. പക്ഷെ അത് സമുദ്രാതിർത്തി, കരാതിർത്തി, അങ്ങനെ രണ്ടെണ്ണം ഉണ്ട്. അതിൽ ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യമാണ് മാലിദ്വീപ്. ഓക്കെ, മാലിദ്വീപ് ആണ് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം. ഓക്കെ, ഇനി നമുക്ക് ഏതാണ് പഠിക്കാനുള്ളത്? ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം. കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഭൂട്ടാനാണ്. ഓക്കെ, കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യമാണ് ഭൂട്ടാൻ. ഓക്കെ, ഇപ്പൊ എന്തൊക്കെ ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം അല്ലെ, ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ചോദിച്ചാൽ നോക്ക്, ഇവിടെ ബംഗ്ലാദേശാണ്. ഇനി ഇന്ത്യയുമായി ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? അത് അഫ്ഗാനിസ്ഥാനാണ്. ഇനി ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ഏതാണ്? അതായത് രാജ്യത്തിന്റെ വലുപ്പമാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് ചൈനയാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചൈനയാണ്. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യമാണ് മാലിദ്വീപ്. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യമാണ് മാലിദ്വീപ്. ഇനി ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതാ? അത് ഭൂട്ടാനാണ്. കരാതിർത്തി പങ്കിടുന്നത് കൂടുതലും അങ്ങനെയാണ് ചോദ്യം വരാറുള്ളത്. അയൽ രാജ്യം എന്ന് കണ്ടാൽ അത് മാലിദ്വീപാണ്, കാരണം ഭൂട്ടാനേക്കാൾ ചെറുതാണ് ഏത്? മാലിദ്വീപ്. പക്ഷേ കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ അയൽ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് ഭൂട്ടാനാണ്. ഇതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇത്രയും ഭാഗങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ പ്രധാനമായിട്ടും കൺഫ്യൂഷൻ വരാനുള്ളത്. ബാക്കി നമുക്ക് പഠിച്ചു പോവാം. ഈ കാര്യങ്ങൾ കൺഫ്യൂഷൻ അല്ലാതെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഭാഗങ്ങൾ നിങ്ങൾക്ക് സെറ്റാണ്. ഓക്കെ, ഇതിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ. അതായത് ഏറ്റവും വലിയ അയൽ രാജ്യം ചോദിച്ചാൽ അത് ചൈനയാണ്, അത് രാജ്യത്തിന്റെ വലുപ്പമാണ്. ഏറ്റവും ചെറിയ അയൽ രാജ്യം ചോദിച്ചാൽ അത് മാലിദ്വീപാണ്. ഇനി കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ചോദിച്ചാൽ അത് ഭൂട്ടാനാണ്. ഓക്കെ, അതുവരെയൊക്കെ ക്ലിയർ ആണ്. പിന്നെ എന്താണ്? ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ഏത് രാജ്യവുമായിട്ടാണെന്ന് ചോദിച്ചാൽ അത് ബംഗ്ലാദേശാണ്. ഏറ്റവും വലിയ അതിർത്തി രേഖ, തീൻ ബേഗ കോറിഡോർ, ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത് ഏതുമായിട്ടാണ്? അഫ്ഗാനിസ്ഥാൻ അല്ലേ. ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനുമായിട്ടാണ് അല്ലേ. എന്താ? ഡ്യൂറന്റ് രേഖയാണ്. രേഖകൾ നമുക്ക് പഠിക്കാം. ഇതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ മാത്രം നമുക്ക് രേഖകൾ പഠിക്കാം. പിന്നെ ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരാനുള്ള മറ്റൊരു സാധനം ഞാൻ പറഞ്ഞു തന്നു. എത്ര രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ അതിർത്തി പങ്കിടുന്നത്? 9 രാജ്യങ്ങളാണ്. ഓക്കെ, ഇത്രയും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഈ ക്ലാസ്സിൽ നിന്ന് തന്നെ സംഭവങ്ങളൊക്കെ പഠിച്ചു പോകാനാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 9 രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ അതിർത്തി പങ്കിടുന്നത്. 7 രാജ്യങ്ങളുമായി എന്താണ്? കരാതിർത്തിയാണ് പങ്കിടുന്നത്. 2 രാജ്യങ്ങളുമായി എന്താണ്? സമുദ്രാതിർത്തിയാണ്. ഈ 2 രാജ്യങ്ങളാണ് നമ്മൾ പേരെടുത്ത് പഠിച്ചത്. ശ്രീലങ്ക, മാലിദ്വീപ് അല്ലേ. ഈ മാലിദ്വീപാണ് എന്താണ്? ഏറ്റവും ചെറിയ അയൽ രാജ്യം മാലിദ്വീപാണ്. അത് സമുദ്രാതിർത്തി ആയതുകൊണ്ട് തന്നെ അതിർത്തി പങ്കിടുന്നതൊക്കെ പ്രത്യേകം ചോദ്യം വരികയാണെങ്കിൽ അത് കരാതിർത്തിയാണ് അധികം ചോദിക്കാറുള്ളത്. അങ്ങനെ അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത് എന്നൊക്കെ ചോദിക്കുക. ഏറ്റവും ചെറിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഭൂട്ടാനാണ് നമ്മുടെ ഉത്തരം വരിക. പലർക്കും അതുകൊണ്ടാണ് കൺഫ്യൂഷൻ വരുന്നത്. രാജ്യം ചെറുത് മാലിദ്വീപ് തന്നെയാണ് കേട്ടോ, ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഏതാണ്? മാലിദ്വീപാണ്. അതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ബൗണ്ടറി ലൈൻസ് ആണ്, അതായത് അതിർത്തി രേഖകളാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് നമുക്ക് ഡിസ്കസ് ചെയ്താലോ? ഓക്കെ, ഇതുവരെ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് ഒരു വട്ടം കൂടെ ക്ലാസ് കഴിയുന്നതിന് മുമ്പ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു പോവാം. ഓക്കെ, ഇനി നമുക്ക് പ്രധാനമായിട്ടും നോക്കാനുള്ളത് അതിർത്തി രേഖകൾ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ, ഇന്ത്യ ചൈന അതിർത്തി രേഖ, ഇന്ത്യ ബംഗ്ലാദേശ്, പിന്നെ ഇന്ത്യ മാലിദ്വീപ്. ഓക്കെ, അങ്ങനെ ഓരോന്നും നമുക്ക് പഠിക്കാണ്ട് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയാണ്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ. ഇവിടെയും കൺഫ്യൂഷൻ വരുന്ന ഒരു സാധനം ഉണ്ട് കേട്ടോ. ഓക്കെ, പാക് കടലെടുക്ക് പലർക്കും ഒന്ന് കൺഫ്യൂഷൻ വരുന്നുണ്ട്, അത് ഞാൻ മാറ്റിത്തരാം. ഓക്കെ, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ. ഏതാണ്? റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ. കിട്ടിയോ? ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ എന്താണ്? റാഡ്ക്ലിഫ് രേഖയാണ്. ഇനി ഇന്ത്യ ചൈന അതിർത്തി രേഖ ഏതാണ്? മക്മോഹൻ രേഖ. ഓക്കെ, മക്മോഹൻ രേഖയാണ് ഇന്ത്യ ചൈന അതിർത്തി രേഖ. ഇന്ത്യ ചൈന അതിർത്തി രേഖയാണ് മക്മോഹൻ രേഖ. അതുപോലെ തന്നെ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയാണ് ഡ്യൂറന്റ് രേഖ. ഈ ഡ്യൂറന്റ് രേഖയാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖ. ഇതിലും പലർക്കും ഡൗട്ട് വരും. ഈ ഡ്യൂറന്റ് രേഖ, ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയും ഡ്യൂറന്റ് രേഖയാണ്. കിട്ടിയോ? ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയും
പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയും ഈ രണ്ടിന്റെയും പേരെന്താണ്? ഡ്യൂറന്റ് രേഖ എന്നാണ്. ഓക്കെ, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ റാഡ്ക്ലിഫ് രേഖ, ഇന്ത്യ ചൈന അതിർത്തി രേഖ മക്മോഹൻ രേഖ, ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയാണ് ഡ്യൂറന്റ് രേഖ. ഓക്കെ, ഇനി പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖ അഥവാ ചോദ്യം വന്ന് നമ്മൾ എന്ത് ആൻസർ ചെയ്യണം? അതും ഡ്യൂറന്റ് രേഖയാണ്. ഓക്കെ, പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയും ഡ്യൂറന്റ് രേഖയാണ്. ഒരുപക്ഷേ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ വരും, പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയാണ് ഡ്യൂറന്റ് രേഖ എന്നൊരു സ്റ്റേറ്റ്മെന്റ് വരും. അപ്പോൾ നിങ്ങൾ പറയണം, അല്ല ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് അത് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയാണ്, അപ്പോൾ നമ്മളെ തെറ്റിക്കാൻ വേണ്ടി തരികയെന്നൊക്കെ കരുതിയിട്ട് നമ്മൾ അത് തെറ്റിട്ട് വെക്കും. അത് തെറ്റല്ല. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയും എന്താണ്? ഡ്യൂറന്റ് രേഖ തന്നെയാണ്. ഓക്കെ, അപ്പൊ അതുവരെ ക്ലിയർ ആണ്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ റാഡ്ക്ലിഫ് രേഖ, ഇന്ത്യ ചൈന അതിർത്തി രേഖ മക്മോഹൻ രേഖ, ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖ ഡ്യൂറന്റ് രേഖ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖയാണ്. അതെന്താണ്? പാക് കടലിടുക്കാണ് കേട്ടോ. പാക് കടലിടുക്കാണ് ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖ. അപ്പൊ ഇത് പേര് കാണുമ്പോൾ പലർക്കും അത് പാകിസ്ഥാന്റെ അതിർത്തി രേഖ എന്ന് തോന്നും. ഒന്ന് നോക്ക്, പാക് കടലിടുക്ക് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പാക് കടലിടുക്ക്, അപ്പൊ സമുദ്രവുമായിട്ട് കണക്ട് ചെയ്യുക. സമുദ്ര അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് ശ്രീലങ്ക. അപ്പൊ കടലിടുക്കാണ്. കടലിടുക്കും ഈ പാകിസ്ഥാനും തമ്മിൽ നമുക്ക് എന്തായാലും ബന്ധമല്ല. കടലിടുക്ക്. ഓക്കെ, കടലിടുക്കും പാകിസ്ഥാനും നമുക്ക് എന്തില്ല? ബന്ധമല്ല. ഓക്കെ, ബാക്കിയൊക്കെ എന്താണ്? കര അതിർത്തിയാണ്. അപ്പൊ അതുവരെ ക്ലിയർ അല്ലേ? അപ്പൊ ഒന്നുകൂടെ നോക്കാം. ഇന്ത്യ പാകിസ്ഥാൻ റാഡ്ക്ലിഫ് രേഖ, ഇന്ത്യ ചൈന മക്മോഹൻ രേഖ, ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറന്റ് രേഖ, ഇന്ത്യ ശ്രീലങ്ക പാക് കടലെടുക്കും. അതുപോലെ തന്നെ ഒന്നുകൂടെ പഠിക്കാണ്ട് ഗൾഫ് ഓഫ് മാന്നാർ. ഗൾഫ് ഓഫ് മാന്നാർ. ഓക്കെ, ഗൾഫ് ഓഫ് മാന്നാർ അതും പഠിച്ചു വെക്കണം കേട്ടോ. ഗൾഫ് ഓഫ് മാന്നാർ ചിലപ്പോൾ ഏതെങ്കിലും ഒന്നാവും ചോദ്യം വരെ. ചിലപ്പോൾ ഗൾഫ് ഓഫ് മാന്നാർ ആവും നിങ്ങൾക്ക് ഓപ്ഷനിൽ ഉണ്ടാവുക. ഇത് രണ്ടും ഏതിന്റെയാണ്? ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖയാണ്. പാക് കടലെടുക്കുക എന്ന് തന്നാലും ഗൾഫ് ഓഫ് മാന്നാർ എന്ന് തന്നാലും ഇത് രണ്ടും ഏതാണ്? ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖയാണ്. അതുവരെ ക്ലിയർ അല്ലേ? ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖയാണ്. ഏതൊക്കെ? ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലെടുക്കും. പാക് കടലെടുക്ക് പാകിസ്ഥാന്റെ ആണെന്ന് പാക് വെച്ച് കണക്ട് ചെയ്യരുത്. പാകിസ്ഥാന്റെ അല്ല പാക് കടലെടുക്ക്. പാക് കടലെടുക്ക് ശ്രീലങ്ക അതിർത്തി രേഖയാണ്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യ മാലിദ്വീപ് അതിർത്തി രേഖയാണ്. ഇന്ത്യ മാലിദ്വീപ് അതിർത്തി രേഖയാണ് 8 ഡിഗ്രി ചാനൽ. എത്രയാണ്? 8 ഡിഗ്രി ചാനലാണ് ഇന്ത്യ മാലിദ്വീപ് അതിർത്തി രേഖ. ഇന്ത്യ മാലിദ്വീപ് അതിർത്തി രേഖയാണ് 8 ഡിഗ്രി ചാനൽ. 8 ഡിഗ്രി ചാനലാണ് ഇന്ത്യ മാലിദ്വീപ് അതിർത്തി രേഖ. ഇനി ഇന്ത്യ ബംഗ്ലാദേശ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സാധനമാണ്. വലിയൊരു പേരാണ്. ഇത് കണ്ടോ, വലിയൊരു പേരാണ്. തീൻ ബേഗ കോറിഡോർ. തീൻ ബേഗ കോറിഡോർ എന്നാണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രേഖ. അതുകൊണ്ട് തന്നെ അതെന്താണ്? ഏറ്റവും വലുതാണ്. ഓക്കെ, ഏറ്റവും വലുതാണ്. ഏത്? തീൻ ബേഗ കോറിഡോർ. അതെന്താണ്? വലുതാണ്. ഓക്കെ, മനസ്സിലാക്കി വെക്കുക. വലുതാണ്, വലുത്. ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് കൊണ്ടാണ് കേട്ടോ ഏറ്റവും വലുത്. ഓക്കെ, ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ഏതാണ്? ബംഗ്ലാദേശുമായിട്ടാണ്. അപ്പൊ അവിടെ കണക്ട് ചെയ്ത് പഠിക്കുക. ഇനി ഓരോന്നും നമുക്ക് നോക്കാം. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ ഏതാണ്? റാഡ്ക്ലിഫ് രേഖ. ഇനി ഇന്ത്യ ചൈന അതിർത്തി രേഖ. ഇന്ത്യ ചൈന അതിർത്തി രേഖ ഏതാണ്? മക്മോഹൻ രേഖ. മക്മോഹൻ രേഖ. ഇനി ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖ ഏതാണ്? ഡ്യൂറന്റ് രേഖ. ഇനി ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖ. ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖയാണ് പാക് കടലെടുക്ക്. അല്ലെങ്കിൽ ഏതും കൂടെ വരും? ഗൾഫ് ഓഫ് മാന്നാർ. പാക് കടലെടുക്ക് അല്ലെങ്കിൽ ഗൾഫ് ഓഫ് മാന്നാർ രണ്ടും കേട്ടോ. പാക് കടലെടുക്കും ഗൾഫ് ഓഫ് മാന്നാർ രണ്ടും പഠിച്ചു വെക്കണം. ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖയാണ് പാക് കടലെടുക്ക്. അതുപോലെ തന്നെ എന്താണ്? ഗൾഫ് ഓഫ് മാന്നാർ. ഗൾഫ് ഓഫ് മാന്നാർ. ഇന്ത്യ മാലിദ്വീപ് ഏതാണ്? 8 ഡിഗ്രി ചാനൽ അഥവാ 8 ഡിഗ്രി ചാനലാണ് ഇന്ത്യ മാലിദ്വീപ് അതിർത്തി രേഖ. പിന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് ഇന്ത്യ ബംഗ്ലാദേശ് തീൻ ബേഗ കോറിഡോർ. തീൻ ബേഗ കോറിഡോർ ആണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രേഖ. ഓക്കെ, അപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ ഏതാണ്? ഇനി നിങ്ങൾ ആൻസർ ചെയ്യണം. ഇന്ത്യ പാകിസ്ഥാൻ ഏതാണ്? റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ ചൈന ഏതാണ്? മക്മോഹൻ രേഖ. ഇന്ത്യ ചൈന മക്മോഹൻ രേഖ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏതാണ്? ഡ്യൂറന്റ് രേഖ. പിന്നെ ഇന്ത്യ ശ്രീലങ്ക ഏതാണ്? പാക് കടലെടുക്ക് അല്ലെങ്കിൽ ഗൾഫ് ഓഫ് മാന്നാർ. ഇന്ത്യ ശ്രീലങ്ക പാക് കടലെടുക്ക് അല്ലെങ്കിൽ ഗൾഫ് ഓഫ് മാന്നാർ. ഇന്ത്യ മാലിദ്വീപ് 8 ഡിഗ്രി ചാനൽ. 8 ഡിഗ്രി ചാനൽ ഇന്ത്യ ബംഗ്ലാദേശ് ആണ് തീൻ ബേഗ കോറിഡോർ. അത് വലുതാണ്, നിങ്ങൾ മനസ്സിൽ വെക്കുക. ഓക്കെ, അത് വലുതാണെന്ന് മനസ്സിൽ വെച്ച അത്രയും വലിയൊരു അതിർത്തി രേഖയാണ് തീൻ ബേഗ കോറിഡോർ. തീൻ ബേഗ കോറിഡോർ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? നമുക്ക് നോക്കാം എന്തൊക്കെ നമ്മൾ പഠിച്ചു. തുടക്കം തൊട്ടുള്ളത് നോക്കാം. എത്ര രാജ്യങ്ങളുമായി ഇന്ത്യ അതിർത്തി പങ്കിടുന്നുണ്ട്? 9 രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ അതിർത്തി പങ്കിടുന്നത്. അതിൽ 7 രാജ്യങ്ങളുമായി എന്ത് അതിർത്തിയാണ് പങ്കിടുന്നത്? ഒന്ന് മനസ്സിലാക്കി ആൻസർ പറയും. 7 രാജ്യങ്ങളുമായിട്ട് എന്ത് അതിർത്തിയാണ്? അതിർത്തി പങ്കിടുന്നത് 7 രാജ്യങ്ങളുമായിട്ടാണോ? അല്ല, അതിർത്തി പങ്കിടുന്നത് അഥവാ അയൽ രാജ്യങ്ങൾ 9 ആണ്. 7 രാജ്യങ്ങളുമായിട്ട് എന്താണ്? കര അതിർത്തിയാണ്. കര അതിർത്തിയാണ് പങ്കിടുന്നത്. പിന്നെ എത്ര രാജ്യങ്ങളുമായിട്ടാണ്? സമുദ്ര അതിർത്തി. 2 രാജ്യങ്ങളുമായിട്ട് സമുദ്ര അതിർത്തിയാണ് പങ്കിടുന്നത്. അത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? സമുദ്ര അതിർത്തി 2 രാജ്യങ്ങളുമായിട്ട്
രാജ്യങ്ങളുമായിട്ടാണ്. 2 രാജ്യങ്ങളുമായിട്ട് സമുദ്ര അതിർത്തിയാണ് പങ്കിടുന്നത്. ഓക്കെ, അതുവരെ കണക്കുകൾ ക്ലിയർ ആണ്. അതായത് 9 രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. അതിൽ കര അതിർത്തി 7 രാജ്യങ്ങളുമായിട്ടാണ്, സമുദ്ര അതിർത്തി 2 രാജ്യങ്ങളുമായിട്ടാണ്. ഈ സമുദ്ര അതിർത്തി പങ്കിടുന്ന 2 രാജ്യം കാണാതെ പഠിച്ചു വെക്കണം, അഥവാ ഓപ്ഷൻസ് ഒക്കെ തരും. അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ പെടാത്തത് ഏതെന്ന് ചോദ്യം വന്നാൽ അവിടെ ആര് കിടക്കുന്നുണ്ടാവും? ശ്രീലങ്ക അല്ലെങ്കിൽ മാലിദ്വീപ് കിടക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് ആൻസർ ചെയ്യാൻ കിട്ടണം. പിന്നെ നമ്മൾ പഠിച്ചതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യമാണ് ചൈന. ഓക്കെ, ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യമാണ് ചൈന. പിന്നെ ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഏതാണ്? ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഏതാണ്? മാലിദ്വീപാണ്. ഓക്കെ, മാലിദ്വീപാണ് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം. അപ്പൊ അതും ക്ലിയർ ആയി. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യമാണ് മാലിദ്വീപ്. ഇനി നമുക്ക് ഏത് ആൻസർ ചെയ്യണം? ഇന്ത്യയുമായി മാലദ്വീപ് പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ അവിടെ കൺഫ്യൂഷൻ ചെയ്ത് വരാണ്ട് അല്ലേ? മാലദ്വീപ് എന്താണ്? ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞു എന്തൊരു കൺഫ്യൂഷൻ വരാണ്ട് നിങ്ങൾക്ക്. കരാതിർത്തി പങ്കിടുന്ന, അതായത് ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ചോദിക്കുകയാണെങ്കിൽ അതേതാണ്? ഭൂട്ടാനാണ്. ഭൂട്ടാൻ. ഓക്കെ, ഭൂട്ടാനാണ് കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം. കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? ഭൂട്ടാനാണ്. ഇതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ആയോ? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്ത് പഠിക്കണം? അതിർത്തി പങ്കിടുന്ന, അതായത് ഏറ്റവും വലിയ അതിർത്തി രേഖ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ചോദിച്ചാൽ അത് ബംഗ്ലാദേശാണ്. രാജ്യങ്ങൾ തമ്മിൽ ഡൗട്ട് വരരുത്. ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത് ചോദിച്ചാലാണ് അഫ്ഗാനിസ്ഥാൻ വരുന്നത്. ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, അഫ്ഗാനിസ്ഥാനുമായിട്ടാണ് ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖ എന്താണ്? ഡ്യൂറന്റ് രേഖയാണ്. അപ്പൊ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖ എന്താണ്? അതും ഡ്യൂറന്റ് രേഖയാണ്. അതുവരെ ക്ലിയർ അല്ലേ? അപ്പൊ ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശാണ്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രേഖയാണ് തീൻ ബേഗ കോറിഡോർ. ഏതാണ്? തീൻ ബേഗ കോറിഡോർ ആണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രേഖ. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രേഖയാണ് തീൻ ബേഗ കോറിഡോർ. അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖ ഡ്യൂറന്റ് രേഖ. ഇനി ആ കാര്യങ്ങളിൽ ഡൗട്ട് ഇല്ലല്ലോ. ഇനി ഒന്നുകൂടെ ഞാൻ ചോദിക്കുന്നതിന് വ്യക്തമായിട്ടൊന്ന് ആലോചിച്ച് ആൻസർ പറയും. കരാതിർത്തി പങ്കിടുന്ന ഇന്ത്യയുടെ ഏറ്റവും ചെറിയ രാജ്യം ഏതാ? കരാതിർത്തി പങ്കിടുന്ന ഇന്ത്യയുടെ ഏറ്റവും ചെറിയ രാജ്യം കരാതിർത്തി വേഗം ഏതാണ്? ഭൂട്ടാനാണ് അല്ലേ? ഭൂട്ടാനാണ് കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഏതാ? ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഏതാണ്? മാലിദ്വീപ്. മാലിദ്വീപാണ് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഏതാണ്? മാലിദ്വീപാണ്. മാലിദ്വീപാണ് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം. അതും ക്ലിയർ അല്ലേ? ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ഏതാ? ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാ? ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം എന്ന് ചോദിച്ചാലും രാജ്യത്തിന്റെ വലുപ്പമാണ്. രാജ്യത്തിന്റെ വലുപ്പം നോക്കുകയാണെങ്കിൽ അത് ചൈനയാണ്. ഓക്കെ, ചൈനയാണ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ചൈന. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ചൈനയാണ്. ഏറ്റവും വലിയ രാജ്യം, അത് രാജ്യത്തിന്റെ വലുപ്പമാണ്. ഇനി നമ്മൾ എന്ത് പഠിക്കണം? ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ബംഗ്ലാദേശ്. ഓക്കെ, ബംഗ്ലാദേശ് ആണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനുമായിട്ടാണ്. അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. ഇനി ഇതിൽ നമ്മൾ ഏതൊക്കെ പഠിച്ചിട്ടുണ്ട്? ഇന്ത്യ മാലദ്വീപ് അതിർത്തി രേഖ നമുക്കറിയാം 8 ഡിഗ്രി ചാനലാണ്. ഇന്ത്യ ചൈന അതിർത്തി രേഖ നമുക്കറിയാം മക്മോഹൻ രേഖയാണ് അല്ലെ? മക്മോഹൻ രേഖയാണ്. ഇന്ത്യ ബംഗ്ലാദേശ് അത്രയും വലുതായതുകൊണ്ട് നമ്മൾ പഠിച്ചു തീൻ ബേഗ കോറിഡോർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. തീൻ ബേഗ കോറിഡോർ ആണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രേഖ. ഇനി ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറന്റ് രേഖ, കൺഫ്യൂഷൻ വരുന്നതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചതാണ്. ഇനി നമുക്ക് നോക്കാം, ഒന്നുകൂടെ അതിർത്തി രേഖകൾ നോക്കാം. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ എന്ന് പറയാം ഏതാണ്? റാഡ്ക്ലിഫ് രേഖയാണ് അല്ലേ? ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ ചൈന അതിർത്തി രേഖ ഏതാണ്? മക്മോഹൻ രേഖ. ഇന്ത്യ ചൈന അതിർത്തി രേഖ മക്മോഹൻ രേഖ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ആണ് ഡ്യൂറന്റ് രേഖ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയാണ് ഡ്യൂറന്റ് രേഖ അല്ലെ? ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനുമായിട്ടാണ്. അപ്പൊ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയാണ് ഡ്യൂറന്റ് രേഖ. ഓക്കെ, ഡ്യൂറേഷൻ വളരെ കുറവാണെന്നൊക്കെ ആലോചിച്ചാൽ മതി. അപ്പൊ ചെറുതാണ്. ഓക്കെ, ഇന്ത്യ ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനുമായിട്ടാണ്. ഇനി അടുത്ത പഠിക്കാനുള്ള ഇന്ത്യ മാലദ്വീപ് അതിർത്തി രേഖ 8 ഡിഗ്രി ചാനലാണ്. ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു. ഒന്ന് പാക് കടലെടുക്ക് എന്നും നമ്മൾ പഠിച്ചു. പിന്നെ ഒന്ന് ഗൾഫ് ഓഫ് മാന്നാർ. ഒന്ന് പാക് കടലെടുക്ക്, മറ്റൊന്ന് ഏതാണ്? ഗൾഫ് ഓഫ് മാന്നാർ. പിന്നെ ഇന്ത്യ മാലദ്വീപ് 8 ഡിഗ്രി ചാനൽ നമ്മൾ പഠിച്ചു. ഇന്ത്യ ബംഗ്ലാദേശ് തീൻ ബേഗ കോറിഡോർ ആണെന്നും നമ്മൾ പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പൊ റിപ്പീറ്റ് ചെയ്താൽ കിട്ടുക, എടയെന്ന് ചോദിച്ചാലും കിട്ടുക. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രേഖ ഏതാണ്? തീൻ ബേഗ കോറിഡോർ ആണ്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖ ഏതാണ്? ഡ്യൂറന്റ് രേഖയാണ്. സ്റ്റേറ്റ്മെന്റ് വരികയാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയാണ് ഡ്യൂറന്റ് രേഖ എന്നൊരു സ്റ്റേറ്റ്മെന്റ്. സോറി, ഇന്ത്യ പാകിസ്ഥാൻ അല്ല, പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി
രേഖയാണ് ഡ്യൂറന്റ് രേഖ എന്നൊരു സ്റ്റേറ്റ്മെന്റ് വരികയാണെങ്കിൽ അതും ശരിയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖയും രണ്ടും ഡ്യൂറന്റ് രേഖയാണ്. അതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഇന്ത്യ മാലദ്വീപ് 8 ഡിഗ്രി ചാനലാണ്, ഇന്ത്യ പാകിസ്ഥാൻ റാഡ്ക്ലിഫ്, ഇന്ത്യ ചൈന മക്മോഹൻ, ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറന്റ്, പിന്നെ ഇന്ത്യ മാലദ്വീപ് 8 ഡിഗ്രി ചാനൽ, ഇന്ത്യ ശ്രീലങ്ക പാക് കടലെടുക്കും, ഗൾഫ് ഓഫ് മാന്നാറും ഇന്ത്യ ബംഗ്ലാദേശ് 3 ബേഗ കോറിഡോർ. ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ ക്ലിയർ ആയി. ഓക്കെ. ഇനി ഈ കാര്യത്തിലൊന്നും ഡൗട്ട് ഇല്ലല്ലോ? ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ ഇന്ന് പഠിച്ച ഇത്രയും കാര്യങ്ങൾ അതിർത്തികളുമായി ബന്ധപ്പെട്ട്, ഇന്ത്യയുടെ അതിർത്തികളുമായി ബന്ധപ്പെട്ട് നമ്മൾ ബേസിക് ആയിട്ടും പഠിച്ചു. എത്ര രാജ്യങ്ങളുമായിട്ട് നമ്മൾ പഠിച്ചു, അതിൽ എത്ര രാജ്യങ്ങൾ കരാതിർത്തി എന്ന് നമ്മൾ പഠിച്ചു, 7 നമ്മൾ പഠിച്ചു. പിന്നെ അതുപോലെ തന്നെ എത്ര രാജ്യങ്ങളുമായി സമുദ്ര അതിർത്തി പങ്കിടുന്നുണ്ട്, 2 രാജ്യങ്ങളുമായിട്ടാണ്. ആ 2 രാജ്യങ്ങൾ ഏതാണെന്ന് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? ശ്രീലങ്ക, മാലദ്വീപാണ്. ഇനി ഓരോന്നിൻ്റെയും, അതായത് ഓരോന്നിൻ്റെ അതിർത്തി രേഖകൾ ചോദിച്ചാലും നമുക്കറിയാം. പിന്നെ അതുപോലെ തന്നെ രാജ്യങ്ങൾ എന്തൊക്കെയാണ് കൺഫ്യൂഷൻ വരിക? ഒന്ന് വരും, അതായത് ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ചൈനയാണ് കേട്ടോ. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യം. അവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? രാജ്യത്തിന്റെ വലുപ്പമാണ്. രാജ്യം എത്ര വലുപ്പമുണ്ട്, അത് ചിലപ്പോൾ കുറെ അതിർത്തി നമ്മളുമായിട്ട് പങ്കിടണമെന്നില്ല. ഓക്കെ. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യം ചോദിച്ചാൽ അതിർത്തിയുടെ വലുപ്പം അല്ല ചോദിക്കുന്നത്, ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നതല്ല ചോദിക്കുന്നത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യം ചോദിച്ചാൽ അത് ചൈനയാണ്. ഏറ്റവും ചെറിയ അയൽരാജ്യം ചോദിച്ചാൽ അത് മാലദ്വീപാണ്. ഓക്കെ. ഇനി കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതെന്ന് ചോദിച്ചാലാണ് ഭൂട്ടാൻ ആൻസർ വരുന്നത്. കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യമാണ് ഭൂട്ടാൻ. പിന്നെ നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ വരും? ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശാണ്, ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനുമായിട്ടാണ്. പിന്നെ നമ്മൾ രേഖകൾ പഠിച്ചു. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ റാഡ്ക്ലിഫ് രേഖ, ഇന്ത്യ ചൈന മക്മോഹൻ രേഖ, ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറന്റ് രേഖ, പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനും ഡ്യൂറന്റ് രേഖ, ഇന്ത്യ ശ്രീലങ്ക പാക് കടലെടുക്കുക, അല്ലെങ്കിൽ വേറെ എന്തും ചോദ്യം വരും. ഗൾഫ് ഓഫ് മാന്നാർ ഏത് രാജ്യത്തുമായിട്ട് ഇന്ത്യക്കുള്ള അതിർത്തി രേഖയാണെന്നൊക്കെ ചോദ്യം വരും. അപ്പോൾ പാക് കടലെടുക്കുക അല്ലെങ്കിൽ ഗൾഫ് ഓഫ് മാന്നാർ, ഇത് രണ്ടും ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖയാണ്. ഇനി ഇന്ത്യ മാലദ്വീപ് ആണെങ്കിലോ 8 ഡിഗ്രി ചാനലാണ്, 8 ഡിഗ്രി ചാനലാണ് ഇന്ത്യ മാലദ്വീപ് അതിർത്തി രേഖ. പിന്നെ നമ്മൾ ഏത് പഠിച്ചു? ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രേഖ, അതാണല്ലേ ഏറ്റവും വലിയ അതിർത്തി രേഖ. അപ്പോൾ പഠിക്കുക 3 ബേഗ കോറിഡോർ. ഓക്കെ. ആ ബേഗ വെച്ചിട്ടും ബംഗ്ലാനെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ബേഗ ബംഗ്ല. അപ്പൊ 3 ബേഗ കോറിഡോർ. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതല്ല, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞില്ലേ? ഓക്കെ. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ? അത്രയും തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടായാലും ഇനി എന്തെങ്കിലും കണക്ഷനൊക്കെ പറഞ്ഞു തന്നിട്ടായാലും നിങ്ങളത് പഠിച്ച് നിങ്ങളുടെ തലയിൽ കയറ്റിയിട്ടുണ്ട്. ഓക്കെ. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഫിക്സ് ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. ഒരു കൺഫ്യൂഷനും ഇനി വരില്ലല്ലോ? അത്രയും കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചോദ്യം കൺഫ്യൂഷൻ ആക്കി നിങ്ങൾക്ക് തരുന്നു ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി തന്നെ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചോദ്യം കാണുമ്പോൾ പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ഒന്നും വരില്ല. എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഡിസ്കസ് ചെയ്ത ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതിനു മുമ്പ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ, സ്കിൽ റൈനോട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഇതുപോലത്തെ ഇനിയും വീഡിയോസ് വരും. ഇനിയും ഇതുപോലത്തെ ക്ലാസ്സുകൾ നമുക്ക് ഗോൾഡൻ ടോപ്പിക്സിൻ്റെ ഇനിയും പാർട്ടുകൾ നമുക്ക് വരാനുണ്ട്. അപ്പോൾ ഓരോ ക്ലാസ്സുകളും കാണാനായി, ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, ബെല്ലൈക്കണം ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ക്ലാസ് ഇഷ്ടമെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്